ദൈവതിരുസന്നിധിയിൽ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയെ ഇപ്പോൾ സമർപ്പിക്കുന്നു. നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ഇളകിയിരിക്കണം. ബോഡി കൊണ്ടിങ്ങനെ ഇളകിയിരിക്കണമല്ല, മനസ്സുകൊണ്ട് ഇളകിയിരിക്കണം. എന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇന്നലെ ഇവിടെ ഒരു സാക്ഷ്യമുണ്ടായി. ആ സാക്ഷ്യം ഇപ്പോൾ നമ്മുടെ സാക്ഷ്യരീതി എന്ന് പറയണത് ഏപ്രിൽ 3-ാം തീയതി വരെ ഉള്ള സമയങ്ങളിൽ തിങ്കളാഴ്ച പാടാണ് സാക്ഷ്യം. ഏപ്രിൽ 3-ാം തീയതി കഴിഞ്ഞാൽ ഒരു ദിവസം 200 പേർക്ക് വരെ ഉടമ്പടി എടുക്കാൻ പറ്റും, വിത്തൗട്ട് രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാതെ ഒരു ദിവസം 200 പേർക്ക് വരെ കോവിഡ് പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് ഉടമ്പടി എടുക്കാൻ പറ്റും, മുൻകൂട്ടി രജിസ്ട്രേഷൻ ഇല്ലാതെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ദിവസവും തന്നെ സാക്ഷ്യം ഉണ്ടായിരിക്കും. 5-6 സാക്ഷ്യം എല്ലാ ദിവസങ്ങളിലും ഉണ്ടായിരിക്കും. സാക്ഷ്യം ഓൺലൈനായിട്ട് പോകും. അതുപോലെ തന്നെ നടക്കുന്ന ഉടമ്പടി പ്രാർത്ഥനയും ഓൺലൈനിലായിട്ട് പോകും. ഉടമ്പടി ചെയ്യുന്ന എല്ലാവരെയും, ഉടമ്പടി എടുത്തിട്ടുള്ള മക്കൾ, നിങ്ങളുടെ പ്രാർത്ഥനകളെ അവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം യൂട്യൂബിലും മീഡിയയിലും നിർദ്ദേശം കൊടുക്കും. നിങ്ങൾ ഉടമ്പടി എടുക്കുന്ന സമയത്ത് തന്നെ ഉടമ്പടി എടുത്തവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, ഉടമ്പടി എടുത്തു പോയവരും നമ്മളും എല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. വിശ്വാസത്താൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ജീവിതം സാക്ഷ്യമായി അമ്മയുടെ മധ്യസ്ഥത്തിൽ ദൈവനാമ മഹത്വനായി ഉപയോഗിക്കുന്നവരെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉടമ്പടി എപ്പോഴും ഒരു സമയത്തിൻ്റെ പ്രാർത്ഥനയാണ്. ദൈവം നമുക്ക് നൽകണത് അനുഗ്രഹമല്ല തരണത്, നമ്മുടെ സമയത്തെ ദൈവം ബ്ലെസ് ചെയ്യും. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കും. ഈശോ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നീ ആഗ്രഹിക്കുന്നത് നിനക്ക് നടക്കട്ടെ എന്ന്. എന്നിട്ട് അവൻ്റെ സമയത്തെ ബ്ലെസ് ചെയ്യും. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഒരു സാക്ഷ്യമുണ്ടായി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സാക്ഷ്യമാണ്. ഞാൻ എന്നും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ദൈവവേദനെ അല്പം പ്രാർത്ഥന കൂടിപ്പോയി എന്ന് നീ പറയരുത്. എക്സ്ട്രാ അഡ്വാൻസ് ചിലപ്പോൾ ഫുൾ എമൗണ്ടൊക്കെ മേടിക്കണ കാണാം. പ്രാർത്ഥന ഇപ്പം ജ്ഞാനസ്ഥാനം അഡ്വാൻസാണ്. പക്ഷേ പ്രാർത്ഥനയും സാക്ഷ്യജീവിതവും നിത്യരക്ഷയുടെയും അനുദിന ജീവിതാനുഭവങ്ങളുടെയും ഫുൾ എമൗണ്ടായിട്ട് മുൻകൂട്ടി കൈപ്പറ്റും. ഇപ്പോൾ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ എമൗണ്ട് അടക്കണം. ഇപ്പോൾ ഈ ക്യാമറയൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്, ഷാലോമിലെ ഈ ക്യാമറ വാങ്ങിച്ചിരിക്കുന്നത് 6 ലക്ഷം രൂപയാണ്, നിങ്ങൾക്ക് സിംഗപ്പൂരിൽ നിന്ന്. ഇതിൻ്റെ ഫുൾ എമൗണ്ട് നമ്മൾ കെട്ടിയിട്ടാണ് 1 മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് ക്യാമറ കിട്ടിയത്. അല്ലാതെ അല്ല. കാര്യം ചില ബിസിനസ് അങ്ങനെയാണ്, ഫുൾ എമൗണ്ട് നമ്മൾ നേരത്തെ കെട്ടണം. അപ്പോൾ എന്തും പറഞ്ഞാൽ അപ്പം അതിന് ശേഷമാണ് അവരിതെല്ലാം അസംബിൾ ചെയ്യണതും ഷിപ്മെൻറ്റ് ചെയ്യണതും എല്ലാം അങ്ങനെയാണ്. ഇതുപോലെ ചില ഫുൾ എമൗണ്ട് നമ്മളോട് ദൈവം വാങ്ങിക്കും. ഇപ്പം നിങ്ങൾക്ക് മക്കളില്ല, നിങ്ങളോട് ഫുൾ എമൗണ്ട് മേടിക്കും. ആദ്യമേ മക്കളെ തരുന്നതുമ്പോൾ തന്നെ ഫുൾ എമൗണ്ട് വാങ്ങിക്കും. അങ്ങനെ ഒരു സാക്ഷ്യമാണ് ഇന്നലെ കിട്ടിയത്. എന്താ പ്രശ്നം വെച്ചാൽ, ഒരു സഹോദരി, ആ യൂട്യൂബിൽ ആ സാക്ഷ്യം ഒന്ന് കണ്ടേക്കണേ. ഒരു സഹോദരി ചെറുപ്പമാണ്, എങ്കിലും അവർ നല്ല സമയത്ത് കെട്ടിയത് കാരണം അവർക്ക് ഒരു കുട്ടിയുണ്ട്. കുട്ടിക്ക് ഒരു 9 വയസ്സാ മറ്റേ ഉണ്ട്. പിന്നെ അവർക്ക് കുട്ടികളില്ല. എത്ര? 1 വർഷമല്ല, 2 വർഷമല്ല, 5 വർഷമല്ല, 8 വർഷമായിട്ടും പിന്നെ കുട്ടികളില്ല. അപ്പോൾ ഈ 8 വർഷത്തിൽ നിന്ന് 5 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അവർ കാണേണ്ടവരൊക്കെ കണ്ട്
അതായത് അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള എല്ലാ റെമഡീസും എടുക്കുകയാണ്. എടുത്തിട്ടും കുട്ടികളില്ല. അപ്പോൾ ലാസ്റ്റ് റെമഡി പോലെയാണ് ഉടമ്പടി വരണത്. അപ്പോൾ 8 കൊല്ലം അവരെന്ത് ചെയ്ത്, അവർ നല്ല പ്രാർത്ഥനയുള്ള ആൾക്കാരാണ്. 8 കൊല്ലം ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്. എന്തിനാണ്? ഒരു കുട്ടിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യണത്. കാരണം നമ്മളുടെ വിശുദ്ധിയും ജീവിത ആവശ്യവും തമ്മിലൊക്കെ ഇൻ്റർകണക്റ്റഡാണ്. ചിലപ്പോൾ നമ്മൾ വിശുദ്ധി വരുന്നത് ജീവിത ആവശ്യങ്ങളുടെ ഫ്രൂട്ടായിട്ട്, ഫലമായിട്ടാണ് വരുന്നത്. ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിരവനാക്കിന് പ്രത്യേകം നമ്മൾ മെഴുക്ക് പുരട്ടത്തില്ല. എന്താണ് കാര്യം? ചിരണ്ടനുസരിച്ച് കൊണ്ട് നാക്ക് എണ്ണ കുടിച്ച് മെഴുക്ക് വന്നുകൊണ്ടിരിക്കും, ഇല്ലേ? ആണോ? ചിരവ കണ്ടിട്ടില്ലേ? ഓ ദൈവമേ! അപ്പം ചിരവനാക്കിന് സ്വാഭാവികമായിട്ട് അത് ഇപ്പം ചട്ടിയാണെങ്കിലും നമ്മൾ പഴയ മൺചട്ടി അത് നമ്മൾ ഉമിക്കരിയിട്ട് വറുത്ത് ചട്ടി കരിച്ചു, പിന്നെ എണ്ണ ഒഴിച്ച് ഒന്നുകൂടി എണ്ണയിട്ട് തിളപ്പിച്ചു, ചട്ടി എണ്ണ കുടിച്ചു. അങ്ങനെയൊക്കെയാണ് പിന്നെ കറിയൊക്കെ വെക്കാൻ തുടങ്ങണത്. പണ്ടത്തെ കാലമാണ്, മൺചട്ടിയുടെ കാലം. മൺചട്ടിയും കണ്ട് കാണത്തില്ലല്ലേ? ഓ ദൈവത്തിന് നന്ദി. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്. ഇതുപോലെ ചെരുവനാക്കും. നമ്മൾ ചിരണ്ടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നാക്ക് എണ്ണ കുടിച്ച് മെഴുക്ക് പുരട്ടിയിരിക്കും. ചിരണ്ടനുസരിച്ചാണ്. ഇതുപോലെ നമ്മുടെ പല കൃപ നമ്മൾ ആർജിക്കുന്നത് ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉദ്യമിക്കുമ്പോഴാണ്. ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ഇപ്പം ചിലർ പണ്ട് ഞാൻ മരിയൻ തപസ് കാണുമ്പോൾ മരിയൻ തപസ് കൂടാന്നിട്ട് ഒരു 80 പേര് തൊട്ട് 250 പേരൊക്കെ ഒരു ബാച്ചിൽ വരും. അപ്പോൾ ഞങ്ങൾ പറയും, ഞാൻ ആദ്യമേ കയറിയിട്ട് പറയും, കുറേ സ്തുതിപ്പ് കഴിഞ്ഞാൽ പറയും, ജസ്റ്റ് എന്തിനാണ് തപസ് കൂടണമെന്ന് ഒന്ന് എഴുതി തരാൻ പറയും. ഇവിടെ വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് 3 ദിവസവും. ആ തപസ് കൂടണം എന്തിനാണെന്ന് ഒന്ന് എഴുതി തരാൻ പറയും. അപ്പോൾ നമ്മൾ തപസ് കൂടുന്നത് ആത്മവിശുദ്ധീകരണത്തിനും പാപപരിഹാരത്തിനും നോൻപെടുക്കണം. എന്തിനാണ്? കർത്താവിൻ്റെ നോൻപിനോടുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് പാപത്തിന് പരിഹാരം ചെയ്ത് ആത്മവിശുദ്ധീകരണത്തിനാണ്. അതിനൊന്നുമല്ല ചേട്ടത്തിമാർ തപസ്സെടുക്കണത്. മകൾ കാനഡയിൽ പോകാൻ വേറെ പ്രശ്നമൊന്നുമില്ല. ഓരോരോ കാലത്ത് മനുഷ്യൻ്റെ ആവശ്യമാണ്. അതായത് പണ്ട് ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർന്നുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച്, കർത്താവിൻ്റെ പട്ടിണിയോടും നോൻപിനോടും ചേർന്നുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നമുക്ക് ആത്മവിശുദ്ധിക്ക് കാരണമാകാൻ ആയെങ്കിൽ പുതിയ തലമുറ വന്നപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ എങ്കിലും ഇന്ന് ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആൾക്കാർ ഉപവസിക്കുന്നുണ്ട്. ബൈബിളിലും അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. യുദ്ധം ജയിക്കാനൊക്കെ ഉപവസിച്ച കാലമുണ്ട്. പക്ഷേ അപ്പോൾ അവരിതൊക്കെ എഴുതി തരും. പക്ഷേ എന്നാ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ മകളുടെ കാനഡയിൽ പോണ അജണ്ട വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ശരിക്കും നമുക്ക് കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചില്ലേ? അപ്പോഴേ പറഞ്ഞതാണ്, അന്നു വേണ്ട ആഹാരം ഇന്ന് നിങ്ങൾക്ക് തരണമേ. അപ്പോൾ അതിനകത്ത് തെറ്റൊന്നുമില്ല. അതിന് വേണ്ട ആഹാരത്തിന് വേണ്ടി നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ആഹാരം കിട്ടുന്ന മാർഗങ്ങൾ വ്യത്യസ്തമാകാം. ചിലപ്പോൾ കൂലിപ്പണി തന്നെയാണോ നിർബന്ധമില്ല, അല്ലെ കാർപ്പൻ്റർ പണി തന്നെയാണോ നിർബന്ധമില്ല. ഏത് പണിയിലൂടെയും, ഇപ്പോൾ IT ആണെങ്കിലും ഏതെല്ലാം വിധത്തിലാണ് മനുഷ്യന് ആഹാരം കിട്ടുന്നത്. ചില ആൾക്കാർ ഷെയർ മാർക്കറ്റിൽ ഊഹക്കച്ചവടത്തിന് പോണത് എന്തിനാണ്? കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ചെയ്യണ പരിപാടിയാണ്. അതിന് വേണ്ട ആഹാരത്തിൻ്റെ. അപ്പം ചിലർ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ദൈവദൃസന്നിധി വന്ന് പറഞ്ഞിട്ട് പോകും. എന്താണ്? അധ്വാനിക്കുന്നവൻ ഈശോൻ്റെ കൂടെ അധ്വാനിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്, അല്ലേ? എന്ത് ജോലിക്ക് പോയാലും കർത്താവിനോട് വന്ന് പറഞ്ഞിട്ട് പോകും. അപ്പം അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അധ്വാനത്തിൻ്റെ ആ ഫലത്തിൻ്റെ മേലെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും, ഒരു സംരക്ഷണം കിട്ടും. ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നു, നമുക്ക് 850 രൂപ നിത്യകൂലിക്കാരന് കിട്ടിയെന്ന് വിചാരിച്ചോ. വീട്ടിൽ വരുമ്പോൾ കൊച്ചിനെ പട്ടി കടിച്ചാൽ എന്ത് ചെയ്യും? ഒറ്റ കുത്തുവെപ്പ് തന്നെ 850 രൂപ പോകും. നമ്മൾ 850 രൂപ പോയി രാവിലെ പോയാലും 9 മണി തൊട്ട് 8 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ ജോലി എടുക്കുമ്പോൾ നമുക്ക് 850 രൂപ കിട്ടുമെന്ന് വിചാരിച്ചോ. അപ്പോൾ ജോലിക്ക് കുഴപ്പമില്ല,
ജോലി കിട്ടുന്നുണ്ട്, അതിൻ്റെ ശമ്പളം ഫിത്ത് ഹെൽഡ് അല്ല, അത് കിട്ടുന്നുണ്ട്. പക്ഷേ വീട്ടിൽ വരുമ്പോൾ എന്ത് ചെയ്യും? കൊച്ച് പനിച്ച് കിടക്കണേ. എന്ത് പറ്റിയടാ? അവൻ മിണ്ടത്തില്ല. അവൻ മിണ്ടാത്തത് എന്താണ്? അതറിഞ്ഞാൽ അവൻ അപ്പ അടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ മിണ്ടാത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോൾ അത് ഇഞ്ചക്ഷനിലേക്ക് പോയി. ഈ നമ്മൾ കിട്ടിയിട്ട് 850 രൂപ കൊച്ചിൻ്റെ ഇഞ്ചക്ഷനിലേക്ക് പോകും. അപ്പോൾ നമുക്ക് അത് അധ്വാനിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, കാശ് കിട്ടുന്നുണ്ട്, പക്ഷേ കയ്യിലിരിക്കണില്ല, ചിലവ് വരുന്നുണ്ട്. അപ്പം ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് സംരക്ഷണം വരണത്. പ്രാർത്ഥന എന്താണ്? സംരക്ഷണ പ്രാർത്ഥന. അതായത് കർത്താവിൻ്റെ അടുത്ത് നമ്മൾ ജോലിക്ക് പോകുമ്പോഴും പ്രാർത്ഥിക്കും, വരുമ്പോഴും പ്രാർത്ഥിക്കും. എന്താ കാര്യം? അധ്വാനത്തിന് സംരക്ഷണം വേണം. അധ്വാനത്തിനല്ല, എല്ലാ കാര്യങ്ങളുടെ മേലും ഒരു പ്രതിലോമ ശക്തി തൊടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വിശുദ്ധരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിശുദ്ധരാണെങ്കിലും ആക്രമിക്കപ്പെടാം. നമ്മൾ വിശുദ്ധരാണെങ്കിലും നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ ആക്രമിക്കപ്പെടാം. അപ്പം അതുകൊണ്ട് തന്നെ അതങ്ങനെയാണ് ജോബ് പറയണത്. സാത്താൻ ജോബിനെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ വരുമ്പോൾ അനുവാദം ചോദിക്കും. കാര്യം ഹീസ് വെൽ പ്രൊട്ടക്റ്റഡ്. അനുവാദം ചോദിക്കും. എന്താണ്? അവനെ ദൈവത്തെ തള്ളിപ്പറയിപ്പിക്കാൻ അനുവാദം ചോദിക്കും. ഇപ്പോൾ മുഖ്യമന്ത്രിനെതിരെ കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോഴേ അസംബ്ലിയുടെ അനുവാദം വേണ്ടി വരും, അല്ലെങ്കിൽ ഗവർണറുടെ അനുവാദം വേണ്ടി വരും. അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കെതിരെയും കേസ് വരണമെങ്കിൽ ചിലപ്പോഴും അതുപോലെ അനുവാദം വേണ്ടി വരും. ഇതുപോലെ തന്നെ ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള നല്ല ദൈവകൃപയുള്ള ആൾക്കാരെ തൊടുന്നതിന് മുമ്പ് ചിലപ്പോൾ അനുവാദം മേടിക്കേണ്ടി വരും. അപ്പോൾ സാത്താൻ ദൈവതിരുസന്നിധിയിൽ വന്നിട്ട് ജോബിനെ തൊടാൻ അനുവാദം ചോദിക്കും. അയാൾ നീതിമാനാണ്, ദൈവത്തിൻ്റെ ഭയമുള്ള ആളാണ്. പക്ഷേ അയാളുടെ കുറവുകൾ നികർത്തണത് അയാൾ ഇതെല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിൽ അയാൾ ഉറച്ചു നിൽക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ ദൈവം സാത്താനോട് പറയും, ഓക്കെ ഇറ്റ് ഈസ് അലൗഡ് എന്ന് പറയും. അതായത് എന്തുകൊണ്ടാണ് ദൈവം ഓക്കെ ഇറ്റ് ഈസ് അലൗഡ് എന്ന് പറയണത്? സഹനം എന്താണ് അനുവദിക്കണത്? എന്താ കാര്യം? ദൈവത്തിൻ്റെ കൂടി ആവശ്യമാണ് സാത്താൻ ചെയ്യണത്. ജോബിന് മക്കളുണ്ട്, ആവശ്യത്തിന് വരുമാന മാർഗമുണ്ട്, സമ്പത്തുണ്ട്, നിലവാരമുണ്ട്. പക്ഷേ സംതിങ് മിസ്സിങ്. കർത്താവ് ഒരു ധനികരെ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? നിനക്കൊരു കുറവുണ്ട്. ഒരു പക്ഷേ ജോബിൻ്റെ കുറവ് എന്തായിരിക്കും? ജോബിൻ്റെ കുറവെന്ന് പറയണത് തനിക്ക് എല്ലാം ഉണ്ടല്ലോ എന്നുള്ള ചിന്തയായിരിക്കും. ഒരു കുറവ് തനിക്കെല്ലാം ഉണ്ടല്ലോ എന്നുള്ള ചിന്തയാണ്. അപ്പോൾ ആശ്രയം കുറയും. അതുകൊണ്ട് സാത്താൻ പറഞ്ഞ് ഇവനെ തൊട്ടാൽ തീർച്ചയായിട്ടും ഇവൻ നിന്നെ തള്ളിപ്പറയും. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ടും ദൈവത്തെ തള്ളിപ്പറയാത്ത ഒരു മനുഷ്യൻ, അത് ദൈവത്തിൻ്റെ കൂടെ ഒരു ആവശ്യമാണ്. പൊന്നുണ്ട്, പറമ്പുണ്ട്, ആരോഗ്യമുണ്ട്, അഭിമാനമുണ്ട്, നിലവാരമുണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ടും ദൈവത്തെ തള്ളിപ്പറയാത്ത ഒരു മനുഷ്യൻ, അത് ദൈവത്തിൻ്റെ ഒരാവശ്യമാണ്. അതുകൊണ്ട് ദൈവം സാത്താനോട് അനുവദിക്കും, യെസ് ഇറ്റ് ഈസ് അലൗഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അനുവദിക്കാനുള്ള കാരണം പ്രത്യേക പ്രൊട്ടക്ഷനാണ് ഈ ജോബുള്ളത്. ജോബ് പ്രത്യേക ദൈവത്തിൻ്റെ സെഡ് കാറ്റഗറിയിലുള്ള ആളാണ്. അപ്പോൾ സെഡ് കാറ്റഗറിയിലുള്ള ആളായത് കാരണം പ്രത്യേക പ്രൊട്ടക്ഷനിലാണ്. ജോബ് മാത്രമല്ല, അവൻ്റെ കംപ്ലീറ്റ് സ്ഥാവര ജംഗമ വസ്തുക്കൾ അണ്ടർ പ്രൊട്ടക്ഷനാണ്. സാത്താനത് പറയും, ഹീസ് പ്രൊട്ടക്റ്റഡ്. അവനെ നീ വേര് കെട്ടി. ഇപ്പോൾ ജോബ് 1:10 നമ്മൾ വായിക്കണില്ലേ,
എന്താ പറയുന്നത്, അവനെ നീ വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണെന്ന്. അപ്പോൾ ഞാൻ അവൻ്റെ വേലി പൊളിച്ചാൽ മാത്രമേ അവൻ്റെ സമ്പത്തിൻ്റെ മേലും അവൻ്റെ മേലും കൈവെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവം പറയും, ഇറ്റ് ഈസ് അലൗഡ്. അപ്പോൾ ദൈവം നമ്മുടെ സഹനം അലവ് ചെയ്യുന്നുണ്ട്. നീ എത്ര വിശുദ്ധനായാലും നിൻ്റെ സഹനം ദൈവം അലവ് ചെയ്യും. അല്ലാതെ നമ്മളെ ഈ പ്രാർത്ഥിക്കുന്നതും ദൈവത്തെ ജാമ്യം വെക്കുന്നതും എന്താ? പല ആൾക്കാരും സന്ധ്യക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ സന്ധ്യക്ക് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം വല്ല അനാമത്തം സംഭവിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ്, പേടിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പല ആൾക്കാരുടെയും പ്രാർത്ഥന പേടിച്ചിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. പേടിച്ചിട്ടല്ല പ്രാർത്ഥിക്കണത്, പിന്നെന്താണ്? സ്നേഹിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തോട്. പേടിച്ചിട്ടല്ല. പേടിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് വില ഉണ്ടാകത്തില്ല. സ്നേഹിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പം ഈ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യണം. ഇപ്പം പേടിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ അത് മാറ്റിയിട്ട് ദൈവത്തോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കണത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ഇന്നലെ പറഞ്ഞത്, ദേവാലയത്തിൽ ഞാൻ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു, നിങ്ങൾ എന്നെ തൊട്ടില്ല. എന്താ കാര്യം? ഞാൻ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. പിതാവിനെ വേലി കെട്ടി സംരക്ഷിക്കുകയായിരുന്നു. ഇപ്പം നിങ്ങളുടെ സമയമാണ്. പിതാവ് വേലിയെടുത്ത് മാറ്റിയിട്ടുണ്ടെന്ന് പറയും. അപ്പം ദൈവം ചില സമയത്ത് നമ്മുടെ വേലിയെടുത്ത് മാറ്റും. അതായത് നമ്മളിപ്പോൾ വിശുദ്ധ വാരത്തിലാണ്. യേശുവിൻ്റെ പീഡാസഹനങ്ങളും നമ്മുടെ പീഡാസഹനങ്ങളെയും കൂടി അച്ഛൻ ഒന്ന് കൂട്ടിവെക്കാൻ നോക്കുകയാണ്, നിങ്ങളുടെ അനുഭവങ്ങളോടുകൂടി ചേർന്ന്. അതായത് ഈശോ എന്താ പറഞ്ഞത്? ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ എന്നെ തൊട്ടില്ല. എന്താണ് കാരണം? യോബിൻ്റെ 1:10 അനുസരിച്ചുകൊണ്ട് ഐ ആം ഫെൻസ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. അപ്പ എന്നെ വേലി കെട്ടി സംരക്ഷിക്കുകയാണ്. അപ്പം അപ്പ ഇപ്പോൾ വേലി പൊളിക്കാൻ അനുവദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ തൊടാം, ഇത് നിങ്ങളുടെ സമയമാണെന്ന് പറയും. അപ്പോൾ ഈ സഹനത്തിന് സ്വന്തം പുത്രനിൽ നിന്ന് പോലും സംരക്ഷണം എടുത്തു മാറ്റുന്ന സമയമുണ്ട്. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ പിന്നിൽ ഈ സംരക്ഷണം ഉണ്ടെങ്കിലും നമ്മൾ വിശ്വാസികൾ എപ്പോഴും ഈ സംരക്ഷണ വേലി എടുത്ത് മാറ്റണ ഒരവസ്ഥയെക്കുറിച്ച് പ്രിക്കോഷ്യസ് ആയിരിക്കണം. അപ്പം ആ സംരക്ഷണ വേലി എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ ഈശോ എന്താണ് ചെയ്തത്? സംരക്ഷണ വേലി എടുത്ത് മാറ്റുമ്പോൾ അറിയാൻ പറ്റും. ഇടയ്ക്കിടെ ഇപ്പം ഭ്രാന്ത് കുറഞ്ഞ് വരാ, ഇടയ്ക്കിടയ്ക്ക് അപകടങ്ങൾ, അസ്വസ്ഥതകളൊക്കെ വരും. മനഃപൂർവ്വം സംരക്ഷണ വേലി എടുത്ത് മാറ്റുന്നതാണ്. അപ്പോൾ സംരക്ഷണ വേലി എടുത്ത് മാറ്റുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? യേശു എന്താണ് ചെയ്തത്? യേശു നിന്ന് പ്രാർത്ഥിച്ചു, മുട്ടേ നിന്ന് പ്രാർത്ഥിച്ചു, കിടന്ന് പ്രാർത്ഥിച്ചു. സംരക്ഷണ വേലി പോയാൽ ചെയ്യേണ്ട കാര്യം അതാ. അവൻ മുട്ടേ നിന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ അവൻ എഴുന്നേറ്റ്, അതായത് യൂദാസ് അവനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. ഇന്നത്തെ സുവിശേഷം അതാ, 13:21-38 വരെ ഉണ്ട് യോഹന്നാൻ്റെ സുവിശേഷം. അപ്പോൾ രാത്രിയായിരുന്നു. രാത്രി. അപ്പം ജീവിതത്തിൽ ആരെങ്കിലും നമുക്കിട്ടൊരു പാര പണിയാൻ വേണ്ടി ഒരുമ്പിടുമ്പോൾ ടക്കെന്ന് ഇരുട്ട് നമുക്ക് വരും ജീവിതത്തിലേക്ക്. അതാണ് യോഹന്നാൻ പറയണത്. അപ്പോൾ രാത്രിയായിരുന്നു. അപ്പോൾ യേശു എന്ത് ചെയ്ത്? എഴുന്നേറ്റ് നിന്ന് ഒരു സ്വസ്ത്രഗീതം ആലപിച്ചു. അതാണ് സംഭവം. ജീവിതത്തിൽ ഇരുട്ട് വരുമ്പോൾ എന്നാ ചെയ്യണത്? എഴുന്നേറ്റ് നിന്ന് ഒരു സ്വസ്ത്രഗീതം ആലപിച്ചു. അല്ല, അവിടെ ഒരു കോംപ്രമൈസിന് തയ്യാറല്ല. യൂദാസുമായിട്ട് വേണമെങ്കിൽ ഒരു സെറ്റിൽമെൻറ്റ് നടത്താമായിരുന്നു. പത്രോസിനോട് പറഞ്ഞിട്ട് നീ ആ വിഷയം സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈസിയായിട്ട് പത്രോസ് സെറ്റ് ചെയ്യും. യൂദാസ് പോയ വിഷയം എന്താണെന്നറിയാം, യേശുവിനറിയാം. അപ്പോഴേ പത്രോസിനെ പതുക്കെ വിളിച്ചിട്ട് ചെവി പറഞ്ഞാൽ മതി, യവൻ പോയിരിക്കണത് വേറെ പരിപാടിയാണ്, ഒരു 30 രൂപയുടെ പരിപാടിയാണ്, എന്നാ വെച്ചാൽ ചെയ്തോളാൻ പറയും. അപ്പോൾ പത്രോസ് പുറത്തിറങ്ങിയിട്ട് യൂദാസിനോട് പറയും, യൂദാസേ കാര്യങ്ങൾ കൈവിട്ട് പോയെന്ന് എനിക്ക് മനസ്സിലായി, നിനക്കിപ്പോൾ 30 വെള്ളിക്കാശ് കിട്ടുമായിരിക്കും, ഒരു 60 പിടി,
നമ്മളൊരു തമ്മിലൊരു ധാരണ, കേസ് വിട്ടാന്ന് ചോദിക്കും. യൂദാസ കേസ് വിട്ടുതരാം, പൈസ കിട്ടിയാൽ മതിയല്ല. 60 പ്രധാന ആചരണയ്ക്ക് 30 കിട്ടത്തുള്ളൂ. പത്രോസ് അവസാനം 60 വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയറായി, യേശു റിലീസ്ഡായി. അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റ്, ഒരു വിഷയത്തിൻ്റെ മേലൊരു കോംപ്രമൈസ് കർത്താവ് ആഗ്രഹിക്കണില്ല. അതാ അവനെന്ത് ചെയ്യും? അത് ആത്മീയമായി പരിഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കും. മാനുഷികമായി ബുദ്ധിപരമായിട്ട് പത്രോസിന് 60 വെള്ളിക്കാശ് കൊടുത്തു. കാര്യം കാശിന് ഒന്നും പഞ്ഞമുള്ള ആളല്ല, കാശൊന്നും കൈ സൂക്ഷിക്കത്തില്ല. പക്ഷേ അത്യാവശ്യമൊന്നും കൊണ്ട് കാശ് ഉണ്ടാക്കാനറിയാം. നമ്മുടെ യൂദാസിന് ഒരു 6000 വെള്ളിക്കാശ് വേണമെങ്കിൽ യൂദാസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാര്യം പണ്ടൊരു ടാക്സ് കളക്ടേഴ്സ് വന്നപ്പോഴേ കർത്താവ് അങ്ങനെ ജനങ്ങളുമായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ടാക്സ് കളക്ടേഴ്സ് വന്നിട്ട് പത്രോസിനോട് കൈയും കാലും ഇട്ട് കുശിത്തിട്ട് പോയി. അപ്പോൾ ടാക്സ് കളക്ടേഴ്സും നികുതി പിരിവുകാരെയും. അപ്പോൾ പത്രോസിനോട് വിളിച്ചിട്ട് കർത്താവ് ചോദിച്ചു, പീറ്റർ വാട്ട് ഹാപ്പൻഡ്, എന്താണ് അവർ വന്നത്? അപ്പോൾ അവർ പറഞ്ഞ ഒരു നികുതി കൊടുക്കാൻ കപ്പം ചോദിച്ചാൽ, നികുതിയല്ല കപ്പം. കാര്യം ഇവർ അടിമകളാണല്ല, റോമക്കാരല്ലേ വന്നിരിക്കണേ. അപ്പോൾ കർത്താവ് മിണ്ടിയില്ല. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചത്? അതായത്, പീറ്റർ, ആരാണ് നികുതിയോ കപ്പമോ കൊടുക്കുന്നത്? രാജ്യത്തിൻ്റെ സ്വന്തം മക്കളോ അതോ പുറത്തുള്ളവരോ എന്ന് ചോദിച്ചു. പത്രോസ് പറഞ്ഞ് തീർച്ചയായിട്ടും പുറത്തുള്ളവർ. അപ്പോൾ യേശു പറഞ്ഞു, നമ്മൾ മക്കളാണ്, നമുക്കിത് ബാധകമല്ല. പക്ഷെ ഒരു ഇഷ്യൂ ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഈശോ വിഷയങ്ങളെ കാണുന്നത് ലെസ് ഇഷ്യൂ ആക്കിയാണ്. എങ്ങനെ ഇഷ്യൂസ് മിനിമൈസ് ചെയ്യാൻ പറ്റും? ഒരു നീതിയോ അനീതിയോ എന്നുള്ള വിഷയത്തെക്കാളുപരി സമാധാനത്തിനാണ് ഈശോ പ്രാധാന്യം കൊടുക്കുന്നത്. നീതിയോ അല്ലെങ്കിൽ അനീതിയോ എന്നുള്ള വിഷയത്തെക്കാളുപരി സമാധാനത്തിനാണ് ഈശോ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല നിയമപരമായിട്ട്. പക്ഷേ മറ്റുള്ളവർക്ക് ആർക്കും ഉതപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടി നീ കടലിൽ പോവുക, ചൂണ്ടയിടുക, ഒരു മത്സ്യമെടുക്കുക, അതിൻ്റെ വായ തുറന്ന് നോക്കുക, ഒരു സ്ഥാദ്യവും കാണും, എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കാൻ പറയും. അപ്പോൾ പണമില്ലെങ്കിൽ പണം എവിടെ ഉണ്ടെന്ന് ഈശോക്കറിയാം, പണം എങ്ങനെ ഉണ്ടാക്കാമെന്നും അറിയാം. അപ്പോൾ യൂദാസ് അങ്ങനെ 30 വെള്ളിക്കാശിൻ്റെ ഇഷ്യൂ രജിസ്റ്റർ ചെയ്ത് പോകുമ്പോൾ അത് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി 60 വെള്ളിക്കാശ് കൊടുത്തിട്ട് ആ സാധനം സെറ്റിൽമെൻറ്റ് നടത്താൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഒരു സെറ്റിൽമെൻറ്റ് ബുദ്ധിപരമായ കൗശലപരമായ ജീവിത പ്രശ്നങ്ങളോട് കൗശലപരമായ ബുദ്ധിപരമായ ഒരു സൊല്യൂഷൻ ഈശോ ഉദ്ദേശിക്കണില്ല. അതിന് പകരം അവനെന്ത് ചെയ്യും? അവനൊരു ആത്മീയ സൊല്യൂഷനാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? അവൻ യൂദാസ് പോയപ്പോഴേ എഴുന്നേറ്റ് നിന്ന് ഒരു സ്വസ്ത്രഗീതം ആലപിച്ചു. പ്രൈസ് ദി ലോർഡ്. അതായത് വെയിൽ പൊളിഞ്ഞു എന്ന് കണ്ടാൽ, സംരക്ഷണത്തിൻ്റെ വെയിൽ പൊളിഞ്ഞു എന്ന് കണ്ടാൽ പിന്നെയുള്ള അടുത്ത നടപടി എന്താണ്? ദൈവപൈതലിന് സ്വസ്ത്രഗീതം ആലപിക്കാൻ എഴുന്നേറ്റ് നിന്ന് ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ നമ്മുടെ ടോക്ക് എന്താണ്? ചില സമയത്ത് നമ്മുടെ സംരക്ഷണത്തിൻ്റെ വെയിൽ ദൈവം പൊളിക്കപ്പെടാൻ വേണ്ടി അനുവദിക്കും. അങ്ങനെയാണ് വിശുദ്ധവാരം ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിലെ സഹനവാരം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഇന്ന് വലിയൊരു വാഴ്ചയാണ് അല്ലേ? ചിലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സംരക്ഷണത്തിൻ്റെ വെയിൽ പൊളിക്കപ്പെടാൻ വേണ്ടി ദൈവം അനുവദിക്കും. അങ്ങനെ ഉള്ള സമയത്ത് കൗശല പരിപാടികൾ, സൂത്രപരിപാടികൾ, ഇരുട്ടുകൊണ്ട് ഊട്ടടക്കുക, കണ്ണടച്ച് ഇരുട്ടാക്കുക, അങ്ങനെയുള്ള തരികിട ഉപായങ്ങളൊന്നുമല്ല ക്രിസ്ത്യാനി എന്ന് പ്രതീക്ഷിക്കുന്നത്. അവൻ എഴുന്നേറ്റ് നിന്ന് സ്വസ്ത്രഗീതം ആലപിക്കണം. ഏത് യൂദാസ് ആരെ ഒറ്റിക്കൊടുത്താലും ഇതെല്ലാം അറിയുകയും കാണുകയും
അതിജീവിക്കാൻ കൃപ നൽകുകയും ചെയ്യുന്ന പിതാവിൻ്റെ മുമ്പിൽ അവൻ എഴുന്നേറ്റ് നിന്നു. അവൻ എഴുന്നേറ്റ് നിന്നിട്ട് എന്ത് ചെയ്ത്? അവൻ യാചനാ പ്രാർത്ഥനയും സങ്കട പ്രാർത്ഥനയും അല്ല നടത്തിയത്, സ്തോത്രഗീതം. കാര്യം ആ സമയത്ത് ഉണ്ടാകുന്ന പെസഹ രഹസ്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ലിറ്റർജിക്കൽ ആൻഡ് കൾട്ടിക് എക്സ്പ്രഷൻസ് ആണെങ്കിലും അത് ഉപയോഗിക്കപ്പെടുന്നത് യൂദാസ് ഇറങ്ങിപ്പോയതിൻ്റെ പശ്ചാത്തലത്തിലാണ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയെന്ന് പറയുമ്പോൾ അതിനുശേഷം വിട്ടുപോകുന്നത് പ്രാർത്ഥനയായിരിക്കും. ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയെന്ന് പറഞ്ഞാൽ അടുത്ത സമയത്ത് വിട്ടുപോകണത് എന്താണ്? പ്രാർത്ഥനയായിരിക്കും വിട്ടുപോകണത്. കർത്താവ് പറഞ്ഞത് എന്താണ്? കയ്യിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുപോയി യൂദാസ് ഒറ്റിക്കൊടുക്കാൻ പോയാലും പ്രാർത്ഥന കയ്യിൽ നിന്ന് വിട്ടുപോകരുത്. എഴുന്നേറ്റ് നിന്ന് റെഡിനെസ്സോടുകൂടി സ്വസ്ത്രഗീതമായിട്ട് അതിനെ മാറ്റണം. എല്ലാ സഹനങ്ങളെയും സ്വസ്ത്രഗീതമാക്കി മാറ്റാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ജീവിതം വിട്ടുപോയെന്ന് തോന്നുമ്പോഴേ മാനുഷികമായ പരിഹാരങ്ങൾ അന്വേഷിക്കാതെ യേശുവിനെ പോലെ എഴുന്നേറ്റ് നിന്ന് സ്വസ്ത്രഗീതം ആലപിക്കാൻ ദൈവത്തിൻ്റെ ശക്തി ആവശ്യം എന്നെ സഹായിക്കണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അതുകൊണ്ട് തന്നെയാണ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ ഈ പ്രാർത്ഥനാ രീതികൾ കണ്ടപ്പോഴേ ആവൽഘട്ടത്തിലും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം നേരിട്ട് കണ്ടപ്പോഴാണ്, പല കുറികൾ കണ്ടപ്പോഴാണ് അവർ ചോദിച്ചത് എന്താണ്? ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അപ്പോസ്തലന്മാർ കർത്താവിനോട് ചോദിച്ചു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അപ്പോൾ പ്രാർത്ഥന പഠിക്കേണ്ട ഒരു കാര്യമാണ്. അത് വലിയൊരു വിഷയമാണ്. ചുമ്മാ പ്രാർത്ഥന വരികയില്ല. പ്രാർത്ഥനയുടെ ഓരോ വിഷയങ്ങൾ, എപ്പോൾ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, അങ്ങനെ ക്രിസ്ത്യൻ പ്രെയർ ജീവിക്കണ ദൈവത്തോടുള്ള ഡയറക്റ്റുള്ള ഇടപാടുകളാണ്, കമ്മ്യൂണിക്കേഷൻസാണ്. അത് ആത്മാവിൽ പഠിക്കേണ്ട വിഷയങ്ങളാണ്. ആത്മാവ് പഠിച്ചില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം നമ്മളെ വേറെ കാര്യം പഠിപ്പിക്കും. അതാണ് ഗലാത്യർ 3:3 പറയണത്. നിങ്ങൾ ആത്മാവിൽ തുടങ്ങി പക്ഷേ ശരീരത്തിൽ അവസാനിപ്പിച്ചു എന്ന്. ആത്മാവിൽ നമ്മൾ തുടങ്ങിയവർ ആത്മാവിൽ നിലനിന്ന് ആത്മാവിലാണ് അവസാനിപ്പിക്കേണ്ടത്. ആത്മാവിൽ നമ്മൾ തുടങ്ങിയാൽ ആത്മാവിൽ നിലനിന്ന് ആത്മാവിലാണ് അവസാനിപ്പിക്കേണ്ടത്. പക്ഷേ ടെൻഡൻസി എങ്ങോട്ടാണ്? ആത്മാവിലെല്ലാം തുടങ്ങും, പക്ഷേ ശരീരത്തിൽ അവസാനിക്കും. അതുകൊണ്ടാണ് പ്രാർത്ഥന പഠിപ്പിക്കേണ്ട വിഷയമായി വരണത്. എപ്പോൾ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം. ഇപ്പം തന്നെ എന്താണ് ഈ യൂദാസിൻ്റെ വിഷയം ഈസിയായിട്ട് സെറ്റ് ചെയ്യാമായിരുന്നു, ഒരു സംശയമില്ല. പക്ഷേ അങ്ങനെയുള്ള കൗശലപരമായ ഒരു മാനുഷിക അരൂപിയുടെ സെറ്റിൽമെൻറ്റ് സാധ്യമായാലും ഈശോ അത് ഉപയോഗിക്കത്തില്ല. മാനുഷികമായ സെറ്റിൽമെൻറ്റ് ഒരു വിഷയത്തിന് സാധ്യമാണെങ്കിൽ നമ്മളെന്താ ചെയ്യണത്? അത് ഉപയോഗിച്ചിട്ട് പ്രാർത്ഥിക്കാണ്ടിരിക്കും. ഒരു വിഷയം നമ്മളെന്താണ് ഉത്കണ്ഠപ്പെടുത്തുന്നത്? മാനുഷികമായ ഒരു സെറ്റിൽമെൻറ്റ് ഒരു വിഷയത്തിന് തയ്യാറാണെങ്കിൽ വി വിൽ നോട്ട് പ്രേ. ഞാൻ ഇരുന്ന ഒരു ഇടവകയിൽ ഒരു സ്കൂൾ സ്വന്തമായിട്ടുള്ള ഒരു അധ്യാപകൻ്റെ മകളെ എൻ്റെ ഇടവക്കാരൻ കല്യാണം കഴിച്ച്. അപ്പോൾ ഇടവക്കാരെല്ലാവരും പറഞ്ഞത് എന്താ? ഇനി എന്താ അവൾക്ക് എന്നാ ജോലിക്ക് കുഴപ്പം, അവൻ്റെ പിന്നെ 4ാം ക്ലാസ് വരെ സ്കൂളുണ്ടല്ലോ, എവിടെയെങ്കിലും ഇവിടെ കയറ്റിയാൽ പോരെയെന്നും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി മകൾക്ക് ഒരു അഡ്മിഷത്തിന് വേണ്ടി അല്ലെങ്കിൽ കേട്ടക്കെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അന്ന് കേട്ടക്കില്ല, ഇപ്പോഴ് അതിനു വേണ്ടി പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും. പക്ഷേ അതൊരു വിഷയമല്ല. അവിടെ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് ഒരു നിസ്സാരമായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യം നിസ്സാരമായാൽ ആദ്യം നഷ്ടപ്പെടുന്നത് പ്രാർത്ഥനയായിരിക്കും.
അതുകൊണ്ട് തന്നെ ദൈവം നിൻ്റെ ജീവിതത്തെ ഒരു കാര്യത്തിൽ നിസ്സാരമാക്കിയിട്ടില്ലെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്നത് അത് ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് കൃപയാക്കി മാറ്റാൻ വേണ്ടിയാണ്. ഒരു കാര്യം നിസ്സാരമല്ലെന്ന് തോന്നിയാൽ അതിൻ്റെ അർത്ഥം അത് നമ്മൾ നിരാശ ഉണ്ടാകണമെന്നല്ല. ഒരു കാര്യം നിസ്സാരമായി കഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥിക്കാനുള്ള, അവലംബിക്കാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ടാണ് ധനവാൻ വളരെ പാടായിരിക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനെന്ന് പറയണത്. അവന് ഇതെല്ലാം ഉള്ളത് കൊണ്ട് ആശ്രയിക്കാൻ അവസരമില്ലാത്ത കൊണ്ടാണ്. ഒരു കാര്യം നിസ്സാരമല്ല എങ്കിൽ അത് ആശ്രയിക്കാനുള്ള ദൈവ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് നിന്നാലും കിടന്നാലും മുട്ടേ വീണാലും എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് എന്താണ് നിനക്ക് ലഭിക്കാൻ പോണത്? പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത, ആന പോലെയാണ് പ്രാർത്ഥന. ആനയ്ക്കിപ്പോൾ 1.5 ലക്ഷം രൂപയാണെങ്കിൽ ആന ഉള്ള കൊട്ടിലുള്ള പഴയ തറവാട്ടുകാരൊക്കെ പറയും, അവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, ആന നിന്നാലും 12,000, ആന ചെരിഞ്ഞാലും 12,000. ആന നിന്നാൽ അതിൻ്റെ വിലയാണ്. അങ്ങനെ മറ്റു മൃഗങ്ങൾക്കുണ്ടോ എന്നറിയത്തില്ല. ആന ചെരിഞ്ഞാൽ തീർച്ചയായിട്ടും കൊമ്പ് കൊണ്ട് 12,000 രൂപ ഉണ്ടാക്കാൻ പറ്റും. കൊമ്പ് വിറ്റിട്ടേ ആന തച്ചത്ത് പോയാൽ കൊമ്പ് വിറ്റാൽ ഈ 12,000 കിട്ടും. ഇതുപോലെയാണ് പ്രാർത്ഥനയുടെ അവസ്ഥ. പ്രാർത്ഥന കേട്ടാലും 12,000, കേട്ടില്ലെങ്കിലും 12,000. അപ്പോഴും കാര്യം വെച്ചാൽ ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് ഒരു അൺആൻസേർഡ് പ്രെയർ ഇല്ല. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞത് എന്താ പറഞ്ഞാൽ, ആ മകൾക്ക് 8 കൊല്ലമായിട്ട് മക്കളില്ല. ഇനി വൈദ്യശാസ്ത്രത്തിൽ അവൾക്ക് മക്കൾ കിട്ടാനുള്ള മാർഗമില്ല. അവളെന്താ ചെയ്തത്? ഉടമ്പടി ചെയ്ത്. ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? ഹെവി ഡ്യൂട്ടി പ്രെയറാണ്, സിംഗിൾ ഡ്യൂട്ടി അല്ല. നമ്മളിപ്പോൾ ഒരു ഫാൻ സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യുന്ന ഫാനാണ്. പക്ഷെ ഒരു മോട്ടർ അങ്ങനെ വർക്ക് ചെയ്യത്തില്ല. അത് 3 ഫേസിലേ വർക്ക് ചെയ്യത്തുള്ളൂ. ഹെവി ഡ്യൂട്ടിയാണ് അത് ആ എൻജിൻ എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ചില ഹെവി ഡ്യൂട്ടി വിഷയങ്ങൾ നമ്മൾക്ക് പ്രെയറിൽ അപ്ഗ്രഡേഷൻ വേണ്ടി വരും. സാധാരണ പ്രാർത്ഥനയേക്കാൾ കാമ്പുള്ള പ്രാർത്ഥന വേണം. ഉടമ്പടി ഹെവി ഡ്യൂട്ടി പ്രെയറാണ്. എന്താ കാര്യം? അത് ചെയ്താൽ ചെല്ലിയാൽ മാത്രം പോരാ, കുറേ കാര്യങ്ങൾ ചെയ്യണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായത്, അതായത് ഉടമ്പടി എന്ന് പറയണത് നമ്മളെക്കൊണ്ട് കുറേ കഷ്ടപ്പെട്ടത് പ്രാർത്ഥിപ്പിക്കണ പ്രാർത്ഥനയാണെന്ന്. അത് കറക്റ്റാണ്. നിങ്ങളിവിടുന്ന് ഇറങ്ങണത് മുതൽ ചെയ്യാനുള്ള ഒത്തിരിയേറെ കാര്യങ്ങളാണ് ഉള്ളത്. പ്രാർത്ഥന മാത്രമല്ല, ചെയ്യാനുള്ള കാര്യങ്ങൾ. അത് ഹെവി ഡ്യൂട്ടി പ്രെയറിൻ്റെ ഒരു പ്രത്യേകതയാണത്. അതിൽ ഈശോ മഹത്വപ്പെടണം, നിങ്ങൾ സാക്ഷിയാകണം, നിങ്ങളുടെ സൽപ്രവൃത്തികൾ വർദ്ധിപ്പിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പ്രെയർ മാത്രമല്ല, അവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോഴേ ഇവൾ 8 കൊല്ലമായിട്ട് ഇവൾക്ക് മക്കളില്ല. IVFും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു രക്ഷയുമില്ല. അവസാനം ഇവിടെ വന്ന് ഉടമ്പടി ചെയ്യാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി ചെയ്തിട്ട് അവൾ ആദ്യം ചെയ്ത കാര്യം ഞാൻ ഇപ്പം നിങ്ങളോട് പറയത്തില്ല. കാര്യം കഴിഞ്ഞ കൊല്ലം കുറേ വിവാദങ്ങളുണ്ടായി. കൃപാസനം പത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പേര് അവരവരുടെ വിശ്വാസം പോലെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് അവർക്കെല്ലാം അനുഭവം ഉണ്ടായി. അവർ വന്ന് ആ അനുഭവം ഇവിടെ പങ്കുവെക്കുകയും ചെയ്തപ്പോൾ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അത് തലക്ക് പിടിച്ച്. അപ്പം നമ്മൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കോലാഹലങ്ങളൊക്കെ ഇരിക്കും. ഞാൻ അതിലേക്ക് കടക്കണില്ല. ഞാൻ എൻ്റെ നയം അപ്പം തന്നെ വ്യക്തമാക്കിയായിരുന്നു. ഓരോ വിശ്വാസികൾ അവർക്ക് ദൈവം ഉള്ളിൽ കൊടുക്കണ പോലെ അവരെക്കാലത്തും അതിൻ്റെ രീതികളിൽ അത് അവരുടെ സ്വകാര്യമായ വിശ്വാസത്തിൻ്റെ പ്രതികരണങ്ങളോ അതുപോലെ തന്നെയുള്ള വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങളാണ്. ആ വിഷയമല്ല. ഇവൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. ഇപ്പം നമ്മൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയെന്ന് പറയുമ്പോൾ അവൾ ഇന്നലെ അങ്ങനെ പറഞ്ഞത്, ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി, അല്ല ഞാൻ അമ്മയുടെ രൂപത്തോട്ട് നോക്കിയെന്നല്ല പറയണത്. പെന്തക്കോസ്തുകാർക്ക് ഈ ഭാഷ മനസ്സിലാകത്തില്ല. അതാണ് വിഷയം. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീകം, സത്യദൈവത്തിൻ്റെ പ്രതീകങ്ങൾ സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള വിശുദ്ധ ഐക്കണിലൂടെ പ്രതീകങ്ങളിലൂടെ നമ്മൾക്ക് പ്രാർത്ഥിക്കാനും ഏകാഗ്രതയ്ക്കും സമർപ്പിക്കാനും വേണ്ടി സഭയിൽ
ഒരു വലിയ വിശുദ്ധ പാരമ്പര്യമുണ്ട്. അതാണ് അവൾ പറഞ്ഞത്. ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, അമ്മേ ഈ മാസം എനിക്ക് പ്രഗ്നൻ്റ് ആകണം, ഇത് ഡിസംബർ ആണെന്ന്. അമ്മ പ്രസവിച്ച മാസം. അതാണ് പ്രശ്നം. അമ്മേ ഈ മാസം എനിക്ക് പ്രഗ്നൻ്റ് ആകണം, ഇത് ഡിസംബർ ആണെന്ന്. അപ്പം അമ്മയുടെ മുമ്പിൽ എന്തുണ്ട്? അവൾ ഡിസംബർ 8-ാം തീയതിയാണ് പറഞ്ഞെങ്കിൽ 22 ദിവസമേ ഉള്ളൂ, അല്ലെങ്കിൽ 21 ദിവസമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ 23 ദിവസം. അപ്പോൾ ഡിസംബർ 8-ാം തീയതിയാണെങ്കിൽ പറഞ്ഞെങ്കിൽ അത്രയും ദിവസമേ ഉള്ളൂ. ഇനി ഡിസംബർ 10-ാം തീയതിയാണ് 20-ാം തീയതിയാണ് അവൾ പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും 11 ദിവസമേ ഉള്ളൂ. ആ പ്രാർത്ഥനയുടെ രീതി നോക്കണം. അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, അമ്മേ ഈ മാസം എനിക്ക് കുഞ്ഞിനെ വേണം, ഇത് ഡിസംബർ മാസം, ഈ മാസം ഞാൻ പ്രഗ്നൻ്റ് ആകണം. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ആധികാരികത കിട്ടും. ആധികാരികത, ആ ആധികാരികതയാണ് പറയണത്. അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, അമ്മേ അപ്പോഴേ ഇനി നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാവത്തില്ലെന്ന് ശാസ്ത്രം പറഞ്ഞതൊക്കെ നമ്മൾ മറന്നു പോകും. ശാസ്ത്രം കുറേ കാര്യം പറയുമല്ല. ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി. അതെന്നുവെച്ചാൽ ഒരു കുഞ്ഞിൻ്റെ ഈ വൃഷണം കാണാനില്ല, ഒരു കുഞ്ഞിൻ്റെ വൃഷണം കാണാനില്ല. അവർ നിലയം പിടിച്ചുകൊണ്ടാണ് ആ കൊല്ലംകാർ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഒരു കുഞ്ഞിൻ്റെ വൃഷണം കാണാനില്ല, ഒരെണ്ണം ഉണ്ട്, ഒരെണ്ണം കാണാനില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ്, സ്കാൻ ചെയ്ത് പറഞ്ഞ് ഇത് അകത്തും കാണാനില്ലെന്ന് പറഞ്ഞ്. സ്കാൻ ചെയ്തിട്ടാണ് പറയണത് ഇത് അകത്തും കാണാനില്ലെന്ന് പറഞ്ഞ്. എന്നിട്ട് ഡോക്ടറുടെ നിർദ്ദേശം പറഞ്ഞ് ഇത് വയറിൽ എവിടെയെങ്കിലും ഉള്ളിൽ എവിടെയെങ്കിലും കയറി വേറെ അവയവമായിട്ട് ഇരിപ്പുണ്ടാവും, ഫോർമുലേഷൻ എങ്ങനെ വരും. അങ്ങനെ വന്നാൽ അത് ഉടനെ ഓപ്പറേറ്റ് ചെയ്ത് കളയണം. കാരണം എന്താണ്? അത് ക്യാൻസറാകും. അപ്പോൾ ഒരു വൃഷണം കാണാനില്ല, അത് എങ്ങാണ്ട് വല്ലയിടത്തും വയറ്റിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്യാൻസർ ആകുമെന്ന് സയൻസ് പറഞ്ഞാൽ ആ മാതാപിതാക്കന്മാരുടെ അവസ്ഥ എന്തായിരിക്കും? അവർ തകർന്ന് തരിപ്പണമായിട്ട്. ഈ മാസം നടന്നൊരു വിഷയമാണത്. അവർ വന്ന് ഉടമ്പടി ചെയ്തിട്ട് ആലോചിച്ചേട്ടനെ കണ്ടെന്ന് പറഞ്ഞു, ഇതാണ് ഇതിനെ വൃഷണം കാണാനില്ല എന്ന് പറഞ്ഞു. ഈ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും അകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വയറിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് ക്യാൻസർ ആകുമെന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞ് മരിക്കുമല്ലോ. അപ്പോൾ ആലോചിച്ചേട്ടൻ പറഞ്ഞ്, അച്ഛൻ നിങ്ങളെ വിളിപ്പിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അതാണ് ആ പ്രേക്ഷിതൻ്റെയൊക്കെ ഒരു ബോധ്യം കണ്ടില്ലേ. അച്ഛൻ നിങ്ങളെ ഇവിടെ ഇങ്ങനെയുള്ളവരൊന്നും എടുക്കണില്ലേ. ഇപ്പം ക്യാൻസറും കരൾ രോഗവും എടുക്കുന്നുള്ളൂ, പക്ഷേ അച്ഛൻ നിങ്ങളെ കണ്ട് വിളിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അതാണ് സാക്ഷ്യത്തിൽ കിടക്കുന്നത്. ഇതൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ അവരെ അഴികളിൽ കണ്ടപ്പോൾ, പൊടിക്കുഞ്ഞെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ട് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നിൻ്റെ വൃഷണമില്ല, അകത്തോലോടത്തും കണ്ടാത്തതിന് അത് ക്യാൻസർ ആകും, ഓപ്പറേറ്റ് ചെയ്ത് കളയണം, ഇതുമായിട്ട് ബന്ധമില്ലാത്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കൾ പറഞ്ഞു വിശ്വാസപ്രമാണം ചെല്ലുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ കുഞ്ഞിൻ്റെ വൃഷണം ഇരിക്കുന്ന സ്ഥലത്ത് കൈ വെച്ചിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചെല്ലും. വിശ്വാസപ്രമാണം ചെല്ലിയിട്ട് ഞാനൊരു വാക്ക് പറയും, നിങ്ങളിത് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരികയില്ല, വൃഷണം ഇതിൻ്റെ തിരിപ്പുണ്ട് എന്ന് പറയും. പിന്നെ പിറ്റേ ദിവസം പോയി സ്കാൻ ചെയ്യുമ്പോൾ വൃഷണം അതിൻ്റെ നേരെ തൊട്ട് മുകളിൽ ഇരിക്കണം. അതായത് 1 സെൻറ്റിമീറ്റർ വ്യത്യാസത്തെ വൃഷണം മുകളിൽ ഇരിപ്പുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കണ ദൈവത്തിൻ്റെ മുമ്പ് നിങ്ങളുടെ വിശ്വാസപ്രമാണമൊക്കെ ചെല്ലുമ്പോഴേ, ഞാൻ അടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ വിശ്വാസപ്രമാണം കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച് അതിൻ്റെ പ്രെഡിക്കമെൻ്റ് അതിൻ്റെ ഓരോ വശങ്ങളും മനസ്സുകൊണ്ട് മനസ്സിലാക്കി ദൈവത്തെ സ്നേഹിച്ചാൽ അപ്പം തന്നെ പവർ ആക്ടിവേറ്റ് ആകും. പിന്നെയാണ് നമ്മൾ സ്വർഗസ്ഥനായതും നന്മ നിറഞ്ഞു പറയുകയും ചെയ്യണത്. അപ്പം ഞാൻ പറഞ്ഞു, ഓപ്പറേറ്റ് ചെയ്യാൻ വരട്ടെ, നമുക്കൊന്നുകൂടി പ്രാർത്ഥിക്കാം. ഈ സാധനം ഇറക്കത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും പ്രോപ്പർ പൊസിഷനിലേക്ക് സാധനം ഇറങ്ങി വരും. കാര്യം എനിക്ക് ഈ അനുഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. വൃഷ്ണം, കാണാത്ത വൃഷ്ണം. ഇപ്പോൾ തൈക്കലിൽ നിന്ന് ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് അതിനെ കിഡ്നി കാണാനില്ല. ടീച്ചറാണ്, ആയിരന്തേ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. കിഡ്നി കാണാനില്ല. അത് ഒരെണ്ണമാണ് കാണാത്തത്. അപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, മാതാവെ കിഡ്നി വെച്ച് കൊടുക്കാൻ പറഞ്ഞു. കാര്യം അവൾ നിന്ന് മോങ്ങി നിലവിളിക്കണം. അപ്പോഴേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒറ്റ ദിവസം ഒരു 2 ദിവസത്തിനുള്ളിൽ കിഡ്നി പ്രോപ്പർ പൊസിഷനിൽ വരും.
എന്താ പ്രശ്നം? ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയാൻ കാരണം, അതായത് നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് അടുക്കുമ്പോൾ, ഇപ്പം ചില ആൾക്കാർ ഇവിടെ ചുറ്റിപ്പറ്റി നടക്കും ഉടമ്പടി ചെയ്യാതെ. എങ്ങാനും വല്ല വകുപ്പും പരിചയക്കാരും ഉണ്ടെങ്കിൽ അച്ഛനെ കാണാൻ പറ്റുമോ? അച്ഛനെ കാണാം എന്നും പറഞ്ഞ് നിങ്ങൾ വന്നാൽ നിങ്ങളെ ദൈവം ഒരിക്കലും അനുഗ്രഹിക്കത്തില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മാനുഷികമായ ആശ്രയത്തിൽ വയറ്റിപ്പഴപ്പിന് വേണ്ടി വരണവരാ. അപ്പം ഞങ്ങൾ ഒരു കാരണവശാലും നിങ്ങളെ പ്രൊമോട്ട് ചെയ്യത്തില്ല. ആദ്യം ദൈവത്തെ കാണുക. ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ കിറ്റ് വീഴാൻ കാലമാകുമ്പോൾ തീർച്ചയായിട്ടും അമ്മ നിങ്ങളെ സഹായിക്കും. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ യൂട്യൂബിലുള്ള ഓരോ സാക്ഷ്യവും എപ്പോഴും പ്രാർത്ഥനാപൂർവം പരിശോധിച്ചുകൊണ്ടിരിക്കണം. കാര്യം ഇത് അച്ഛൻ്റെ കഴിവോ ഒന്നുമല്ല. അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോഴേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സത്യാവസ്ഥ സ്ഥിരീകരിക്കാൻ വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന അടയാളങ്ങളാണ്. ആ അടയാളങ്ങൾ സ്വീകരിക്കാൻ, പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബബബ വിശ്വസിക്കത്തില്ല, കട്ടൻ്റെ വിശ്വസിക്കുന്ന ആളാണ്. ഇയാൾക്ക് സമയമായെങ്കിൽ ഇയാൾ അനുഗ്രഹിച്ചിരിക്കും ദൈവം. കാരണം സമയത്തിന് മേൽ ആശീർവാദം കൊടുത്താൽ തീർച്ചയായിട്ടും, അപ്പോൾ ബൈബിളിൽ പറയത്തില്ലേ, സമയത്തിന് മുമ്പേ പ്രണയം തട്ടി ഉണർത്തരുത് എന്ന്. അതായത് എൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സ്നേഹമായാലും ദൈവിക ഇടപെടലായാലും വിശ്വാസമായാലും, അതായത് നമ്മൾ അത് ഓട്ടോമാറ്റിക്കായിട്ടും മെക്കാനിക്കലായിട്ടും ഇങ്ങനെ കമ്പ്യൂട്ടർ മോഡലിൽ അങ്ങനെ അത്ഭുതകരമായിട്ട് സംഭവിക്കേണ്ടതല്ല. യു മസ്റ്റ് പ്രേ, യു മസ്റ്റ് വെയിറ്റ്. വിശ്വാസം ഉപയോഗിക്കണം, പ്രത്യാശ ഉപയോഗിക്കണം, ദൈവസ്നേഹം ഉപയോഗിക്കണം. ഉടമ്പടിക്ക് 3 പുതുക്കലാണ് മാക്സിമം വെക്കണത്. 3 പുതുക്കലിനുള്ളിൽ സാക്ഷ്യമായില്ലെങ്കിൽ ആ ഉടമ്പടി ക്യാൻസൽ ചെയ്ത് കളയും. എന്താ കാര്യം വെച്ചാൽ, വെറുതെ വീട്ടിൽ കൊണ്ടേ വെച്ചിട്ട് ആ സമയം പൊക്കിക്കൊണ്ട് വന്ന് പുതുക്കണതാണ്. കാര്യം ഉടമ്പടിക്ക് ആ പെണ്ണിൻ്റെ ഭർത്താവ് എന്താ ഉടമ്പടി ചെയ്തിട്ടാണ് അവൾ വന്ന് അമ്മയോട് പറയണം, അമ്മേ എനിക്ക് ഈ മാസം പ്രഗ്നൻ്റ് ആണെങ്കിൽ ഞാൻ 8 കൊല്ലമായി. ലോകത്തിൻ്റെ ഓരോ കാര്യവും അന്വേഷിച്ച് നടക്കണത് 8 കൊല്ലമായി. സയൻസ് പറയണത്, ഡോക്ടർമാർ പറഞ്ഞത് എനിക്ക് കിട്ടത്തില്ലെന്നാണ് പറയണത്. പക്ഷേ എനിക്കറിയാം ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലാണ് നിൽക്കണതെന്ന്. എനിക്ക് ഈ മാസം പ്രഗ്നൻ്റ് ആകണം. ഇത് ഡിസംബറാണെന്ന് പറയും. ഇത് ഡിസംബറാണെന്ന് പറഞ്ഞാൽ യേശു ജനിച്ച കാലം എന്നാണ് ഈ പറയണത്. ഈ മാസം എനിക്ക് പ്രഗ്നൻ്റ് ആകണം, ഇത് ഡിസംബറാണ്. അതായത് ഒരു 14 ദിവസത്തിനുള്ളിൽ അവൾ പ്രഗ്നൻ്റാണ്. ഇത്രയും സ്പീഡാണ്. നിങ്ങൾ ആ സാക്ഷ്യം ഒന്ന് കേൾക്കണേ. ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് ഇന്നലത്തെ സാക്ഷ്യം കേട്ടാൽ മതി. ഇന്നലത്തെ സാക്ഷ്യം കൃപാസന അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, അമ്മേ 8 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളില്ല, ഇത് ഡിസംബറാണ്, എനിക്ക് ഈ മാസം പ്രഗ്നൻ്റ് ആകണമെന്ന് പറയും. 14 ദിവസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആകും. പക്ഷേ എൻ്റെ രസമെന്ന് പറയണത് 8 കൊല്ലത്തെ പ്രാർത്ഥന അഡ്വാൻസ് കിടക്കുകയാണ്. 8 കൊല്ലത്തെ പ്രാർത്ഥനയാണ് ഈ കുഞ്ഞിന് വേണ്ടി ദൈവതിരുസന്നിധി കിടക്കണത്. അത് ചിലപ്പോൾ അഴകുഴപ്പം പ്രാർത്ഥനയായിരിക്കും. ഇതുപോലെ നട്ടലുള്ള പ്രാർത്ഥന, അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രാർത്ഥന ആയിരിക്കത്തില്ല. അതുകൊണ്ട് ഒത്തിരി പ്രാർത്ഥിക്കും. പക്ഷേ ആ പ്രാർത്ഥനകളൊന്നും അത്രയ്ക്കും ഷാർപ്പ് ഷൂട്ടർ ആയിരിക്കത്തില്ല. ഇവിടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ വിശ്വാസം ഉണ്ടായി. അവൾ അമ്മയുടെ മുമ്പിൽ വന്ന് പറയും, എന്താ സംഭവിച്ചിരിക്കണമെന്നറിയാവോ? അവൾ പ്രസവിച്ചത് ഇരട്ട പ്രസവിച്ച് 2 കുഞ്ഞിനെ കൊടുത്തു. 2 കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ഇന്നലെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അതാണ് നിങ്ങൾ ആ സാക്ഷ്യം സത്യക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അപ്പോൾ 2 കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ എന്താ? ഒന്നാമത്തേൽ അതിൻ്റെ സമയ നമുക്ക് ലാഭം, പിന്നെ എന്താണ് ആശുപത്രി ചികിത്സ പണം ലാഭം. അതായത് ഒറ്റടിയും രാശിയാണ് ഒറ്റ സമയത്ത്. കൃപാസനത്തിൽ ഞാൻ ഒരിക്കൽ ഇതുപോലെ ഇടത്തുവാക്കാരിൽ ഞാനിങ്ങനെ കുഞ്ഞിനെ ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക്. ഒരമ്മ കൊണ്ടുവന്ന കുഞ്ഞുങ്ങൾക്ക് ഇടത്തുവായെന്ന് സ്റ്റേജിൽ ചോറ് കൊടുക്കുകയാണ്. ചോറ് കൊടുത്തു കഴിഞ്ഞപ്പോൾ 3 കുഞ്ഞുങ്ങളുണ്ട്. ചോറ് കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉടനെ അമ്മ പറഞ്ഞു, അച്ഛാ ഇത് ഇവിടുത്തെ അമ്മയുടെ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്താ സാക്ഷ്യം പറയാത്തത്? ഞങ്ങൾ വരും അച്ഛാ,
ഇപ്പം തിരക്കായതുകൊണ്ട് ഇവിടെ മുഴുവൻ ബഹളമല്ലേ ഇവിടെ. അന്ന് ഭയങ്കര ഇടിയായിരുന്നു ഇവിടെ. വരും അച്ഛാന്ന് പറയും. ഇതിലൊക്കെ വന്നിട്ടില്ല, എന്നാലും അവർ വരും. അതെന്താ? ഒറ്റ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങളാണ്. എന്താ കാര്യം? 6 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളില്ല. 6 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളില്ല. അതായത് എൻ്റെ മക്കളെ, ഞാൻ ഇപ്പം നിങ്ങളുടെ ഈ 3 ഉടമ്പടി എടുത്തിട്ട് നിങ്ങൾക്ക് അടയാളമില്ലെങ്കിൽ ഉടമ്പടി ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾ ഈ ഉടമ്പടി കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഉടമ്പടി താളത്തിലായി പോകും. രാവിലെ എഴുന്നേൽക്കുക, കുരിശ് വരയ്ക്കുക, ഉടമ്പടി പ്രാർത്ഥന ചെല്ലുക, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുക, പത്രം മേടിച്ച് നാത്തൂൻ്റെ അടുത്ത് കൊടുക്കുക, മക്കളുടെ അടുത്ത് കൊടുക്കുക. പത്രം മേടിച്ച് നിങ്ങൾ തന്നെയാണ് കൊടുക്കേണ്ടത്. കോഴഞ്ചേരിയിൽ നിന്നൊരു വലിയമ്മ വന്നിട്ട് ഞാൻ പറഞ്ഞ് ഉടമ്പടി എടുത്തു. എന്നിട്ട് പത്രം മേടിച്ചിട്ട് ആർക്ക് കൊടുത്തു? അത് വീട്ടിൽ നിൽക്കണ വേലക്കാർക്ക് കൊടുത്തു. 2 ബംഗാളികൾ വിലക്ക് നിൽപ്പുണ്ടായിരുന്നു, അവർക്ക് കൊടുത്തിട്ട് കൊണ്ടുപോയി വിതരണം ചെയ്യിപ്പിച്ചു. പോരെ, തീർന്നത്, പ്രേക്ഷിത പ്രവർത്തനം തീർന്ന്. അത് നോട്ടീസ് കൊടുത്താൽ പോലെ വല്ല ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മൾ നോട്ടീസ് കൊടുക്കത്തില്ലേ കമ്മീഷൻ ബേസിൽ? അതുപോലെ പത്രമല്ല, പത്രം എടുക്കുമ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവ് ഇതിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ട് അങ്ങയെ അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ട് വരാൻ ഞങ്ങളുടെ കണ്ണീരിൻ്റെ കാലത്ത് അവരെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്രത്തിന് ഒരു വിശ്വാസപ്രമാണ്, ഒരു 3 സ്വർഗസ്ഥനായത് 3 നന്മ നിറഞ്ഞവരെയും വെച്ച് ചൊല്ലി പ്രാർത്ഥിച്ച് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നീ ആരാണെന്ന് ദൈവത്തിന് മനസ്സിലാകും. ഇവിടെ ഒന്നിനും പഞ്ഞമില്ല, വിശ്വാസത്തിനും അത് പ്രയോഗിക്കുന്ന രീതികൾക്കുമാണ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഏറ്റവും പ്രാർത്ഥന. കർത്താവായ ദൈവമേ, ഉടമ്പടി ചെയ്തിരിക്കുന്ന ഞങ്ങള് അതിശക്തമായ വിശ്വാസത്തോടെ അത് അനുവർത്തിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്വന്തം ജനമാകാൻ, സുവിശേഷത്തിന്റെ സാക്ഷികളാകാൻ ഞങ്ങളെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഞാനിങ്ങനെ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലേ? കർത്താവും ഇടയ്ക്ക് പറയാറുള്ള വാക്കാണ്, ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു, എങ്കിലും വിശ്വസിക്കാത്ത ചിലർ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്ന്. അത് വളരെ മോശമായിട്ട് ഈശോ സംസാരിക്കുന്നത്. കാരണം യൂദാസനാണ് വിശ്വസിക്കാൻ പറ്റാത്തത്. അതാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലേ, എങ്കിലും വിശ്വസിക്കാത്ത ചിലർ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്ന്. കാര്യം ഈ മനുഷ്യന്മാരെ ശവങ്ങളാണെങ്കിൽ പോലും കർത്താവിൻ്റെ വചനം കേൾക്കാൻ കഴിവുള്ളവരും കഴിവില്ലാത്തവരും ഉണ്ടെന്നാണ് ബൈബിൾ പറയണത്. പല കാര്യങ്ങൾ കൊണ്ട് ശവങ്ങളായി പോവും. അവർക്ക് പ്രതികരണങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെ അതിനോട് റെസ്പോൺസ് ഇല്ല. ഒക്കട്ടെ. അതായത് പലരെയും ഉടമ്പടി എടുത്ത പലരെയും അവിടെ കാണുമ്പോൾ അറിയാൻ പറ്റും, ഒന്നും ചെയ്ത് കാണത്തില്ല. ചിലർ ഭാര്യമാരെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാൻ വേണ്ടി ഭർത്താക്കന്മാർ വന്നിട്ട് ഇവിടെ ഗതികിട്ട പ്രേതങ്ങളെപ്പോലെ അലഞ്ഞു നടക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് ഉടമ്പടി എടുത്താ? ഇല്ല, വൈഫ് എടുക്കുന്നുണ്ടെന്ന് പറയും. കൊള്ളാം. ഞാൻ പിന്നെ മിണ്ടത്തില്ല, കല്യാണ കൈ തീരുമാനമായി. ഞാൻ പറഞ്ഞ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ പറയും വണ്ടിക്കാഴ്ച പോയെന്ന്. എന്താ കാര്യം? ഹീ ഈസ് നോട്ട് റെഡി ടു കോപ്പറേറ്റ് വിത്ത് ഈ ദൈവത്തിൻ്റെ പദ്ധതിയുമായിട്ട് സഹകരിക്കാൻ റെഡിയല്ല. അങ്ങനെ ചെയ്യണത് കിറ്റ് മേടിക്കാൻ വേണ്ടി പയറിനെ വിടാൻ പോലെ പുള്ളി ഉടമ്പടി മേടിക്കാനും പയറിനെ വിട്ടിരിക്കുകയും. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ പ്രളയകാലത്ത് കിറ്റ് കിട്ടിയില്ലേ, അതുപോലെ അത് മേടിക്കാൻ വേണ്ടി ആരായി വിട്ടത്? ആണുങ്ങളാണ്. ആണുങ്ങൾ ബീവറേജിലാണ് പോയി നിന്നത്, കിറ്റ് മേടിക്കാൻ പോയത് പെണ്ണുങ്ങളാണ്. അപ്പോൾ ഉടമ്പടി ഏതാണ്ട് ആ പരുവത്തിലാക്കിയിട്ട് ഈ മനുഷ്യൻ കറങ്ങി നടക്കുകയാണ്. അങ്ങനെ കല്ലറയിലുള്ള കുറേ ആൾക്കാരുണ്ട്, ദൈവികമായ പദ്ധതികളോട് ശവം പോലെ ഇരിക്കണവർ. അവർക്ക് വേണ്ടി തന്നെയാണ് വചനം ഉള്ളത്. അതാണ് വചനം എഴുതിയിരിക്കുന്നത്. എന്നാ എഴുതിയിരിക്കുന്നത്? 5:28 യോഹന്നാൻ 5:28. ഇത് നിങ്ങൾ വിസ്മരിക്കേണ്ട, എന്തെന്നാൽ കല്ലറയിലുള്ളവരെല്ലാം അവിടുത്തെ സ്വരം ശ്രവിക്കുന്ന സമയം വരും. അപ്പോൾ ജീവിച്ചിരിക്കുന്നത് മാത്രമല്ല, കല്ലറയിലുള്ളവരും ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കും.
അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തൈക്കാട്ടുശ്ശേരി കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ വചനം വന്നു. കല്ലറയിലുള്ളവരെല്ലാം അത് ഒരു ബന്ധവുമില്ല. തൈക്കാട്ടുശ്ശേരിയിലെ കുർബാനയ്ക്കും ഈ വചനത്തിനും തമ്മിൽ ഒരു ബന്ധവുമില്ല. കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കർത്താവ് ഇടയ്ക്കിങ്ങനെ ചെയ്യണതാണ്. ഈ കർത്താവ് വരുമ്പോൾ കൂടെ കുറേ ബൊണാൻസ നമുക്ക് കിട്ടും. ആൾത്താറയിലേക്ക് അങ്ഷൻ്റെ സമയത്ത് ഈശോ ലാൻഡ് ചെയ്യത്തില്ലേ, എൻ്റെ ദൈവമേ ഭയങ്കര രസമാണ്. തലയിലും നെഞ്ചിലും കൂടി കുറേ സാധനങ്ങൾ കയറി വരും. കർത്താവിൻ്റെ വരവാണത്. അൾത്താറയിലേക്ക് വരുന്നൊരു വരവാണ്. അപ്പോൾ ആണ് ഈ വചനം പറയുന്നത്, കല്ലറയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിൻ്റെ അകത്ത് കല്ലറയാണല്ലോ, ശവമാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാണ്ട് വിടരുത്. അത് എനിക്ക് വല്ലാത്ത, ഞാൻ താഴെ ഇറങ്ങിയിട്ട് കല്ലറയിലുള്ളവരെല്ലാം ഇപ്പം എത്ര ഗതികെട്ട വിശ്വാസമില്ലാത്തവരും വിശ്വാസപരമായി മരിച്ചവരാണെങ്കിലും എൻ്റെ മക്കളെ, നിങ്ങളുടെ ഭർത്താവിന് വിശ്വാസമില്ലെന്ന് വിചാരിച്ചോ? ക്ലിയറല്ലേ? നിങ്ങളുടെ ഭർത്താവിന് വിശ്വാസമില്ല, മകന് വിശ്വാസമില്ല എന്ന് വിചാരിച്ചോ? അവൻ വീഡിയോ ഗെയിം കണ്ടുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുകയോ ചെയ്യാൻ, അവൻ ഈ ജന്മത്ത് ദുഃഖവെള്ളിയാഴ്ച പോലും കുരിശിൻ്റെ വഴിക്ക് പോകത്തില്ല. അവനോട് പറഞ്ഞു നമ്മുടെ നെഞ്ചിലെ വെള്ളം കളയാവുന്നല്ല ഒരു കഥയുമില്ല. അവൻ ദുഃഖ വെള്ളിയാഴ്ച വേണമെങ്കിൽ ബ്ലൂ ഫിലിം കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ കല്ലറയിലുള്ള അനേകം ആൾക്കാരുണ്ട്. അപ്പോഴും കർത്താവിൻ്റെ വചനം നിന്നോട് പറയും, അമ്മയോട് പറയും, ഇടി അവൻ ശവമാണ്, പക്ഷെ അവൻ്റെ അടുത്ത് പോയിരുന്ന് വചനം വായിക്കാൻ പറയും. അവൻ ശവമാണ്, അവൻ ഈ ജന്മത്തിൽ പോകില്ല, അവൻ യുക്തിവാദിയാണെന്ന് തന്നെ വിചാരിച്ചോ? ദൈവികമായ കാര്യത്തിൽ അവൻ ശവമാണ്, വിശ്വാസത്തിൽ. അപ്പോഴും കർത്താവ് പറയും, അമ്മയോട് പറയും, നീ അല്ലേ അവനെ പെറ്റ്, അത് അവൻ്റെ അടുത്ത് പോയിരുന്ന് വായിക്ക്, നിൻ്റെ കാലം കഴിയുമ്പോഴെങ്കിലും അവൻ നീ വായിച്ചത് ഓർക്കുമെന്ന്. അപ്പോൾ ഒരു കാരണവശാലും നിൻ്റെ മകനോ മകളോ ഭർത്താവോ തെറ്റിപ്പോയി എന്ന് വിചാരിച്ചുകൊണ്ട് നീ നിൻ്റെ ഉദ്യമങ്ങൾ മുടക്കരുത്. യു ഗോട്ട് ദ പോയിൻ്റ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് പ്രാർത്ഥനയ്ക്ക് എപ്പോഴും അവസരമാണ്. അത് അനുകൂലമായ സാഹചര്യം വരുമ്പോൾ കർത്താവിൻ്റെ സ്വരം അവൻ കേൾക്കും. പക്ഷേ ചില ഒരു 10% ചിലപ്പോൾ മിസ് ചെയ്യുമായിരിക്കും. പക്ഷെ ആ 10% പ്രതി നീ അത് ചെയ്യാതിരിക്കരുത്. ആ 10% പ്രതി നീ സൊദോമിനെ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ദൈവം പറയണത്. ആ 10% എന്താ കാര്യം വെച്ചാൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കല്ലറയിലുള്ളവരെല്ലാം കർത്താവിൻ്റെ സ്വരം കേൾക്കും. 5:28 യോഹന്നാൻ. അത് നമ്മൾ മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ പറയും, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കല്ലറയിലുള്ളവർക്കും കേൾക്കാൻ ചെവിയുള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. ഇല്ലാത്തൊരു 10% പോകുമായിരിക്കും. കാര്യം വചനത്തിൻ്റെ ഒരു പ്രശ്നം, കേൾക്കാൻ ചെവി വേണം ഇതിൻ്റെ അകത്ത്. അപ്പം നമ്മൾ ചോദിക്കും, എന്താണ് കേൾക്കാൻ ചെവി? അപ്പോൾ മത്തായി 13:9 കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പം നമ്മൾ ചോദിക്കും, എന്നാണ് ഈ കേൾക്കാൻ ചെവി എന്ന് പറയണത്? കാര്യം നിങ്ങളെല്ലാം രക്ഷപ്പെടാൻ പോണത് എന്തുകൊണ്ടാണ്? വചനം കേട്ടാണ് രക്ഷപ്പെടാൻ പോണത്. കേൾക്കാൻ ചെവി എന്ന് പറയണത് എന്താ? അതായത് മത്തായിയുടെ സുവിശേഷം 13:15 അവർ കണ്ണുകൊണ്ട് കണ്ട്, മത്തായി 13:15 എന്താണ്? അവർ കണ്ണുകൊണ്ട് കണ്ട്, ഏറ്റു പറഞ്ഞേ, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായിരിക്കുന്നു. ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു. കണ്ണവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. ഇപ്പം ചില ആൾക്കാരെ കേൾക്കാൻ ചെവിയുള്ളവരും കർത്താവ് ജനത്തെ രണ്ടായിട്ട് തിരിക്കും. കല്ലറയിൽ പോലും അവൻ സുവിശേഷം പ്രസംഗിക്കും, പക്ഷേ കേൾക്കാൻ ചെവിയുള്ളവരുമുണ്ട്, കേൾക്കാൻ ചെവി ഇല്ലാത്തവരുണ്ട്. കേൾക്കാൻ ചെവിയുള്ളവർ ആരാണ്? വചനത്തോട് റിസപ്റ്റിവിറ്റി ഉള്ളതാണ്. കേൾക്കാൻ ചെവി ഇല്ലാത്തവർ ഹൃദയ കാഠിന്യമുള്ളവരാണ്.
ഹൃദയകാഠിന്യം എന്ന് പറയണത് എന്താണ്? വചനത്തോട് വിശ്വസിക്കാനുള്ള പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് ഹൃദയകാഠിന്യം എന്ന് പറയണത്. വചനം വിശ്വസിക്കാനുള്ള ദൈവത നീ ഉടമ്പടി നിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയണത് ഈ വചനത്തിലെല്ലാം എന്താ ഉള്ളത്? ദൈവത്തിൻ്റെ ശക്തിയാണുള്ളത്. വചനത്തിലെല്ലാം ഉള്ളത് എന്താണ്? ദൈവത്തിൻ്റെ നമ്മൾ റോമ 1:16 വായിക്കുമ്പോൾ ദൈവവചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ഓരോ വചനത്തിലും ശക്തിയുണ്ട്. ഈ ശക്തിയാണ് വാഗ്ദാനം. ശക്തിയാണ് കാര്യം വാക്കിൻ്റെ ഉള്ളിലെ ദാനമാണ് വാഗ്ദാനം, പ്രോമിസ്. വചനം മുഴുവൻ എഴുതിയിരിക്കുന്നത് പ്രോമിസാണ്. വചനത്തിലൂടെ ലഭിക്കുന്ന സമയം പ്രോമിസാണ്. വചനത്തിലൂടെ ലഭിക്കുന്ന സ്ഥലം പ്രോമിസ്ഡ് ലാൻഡാണ്. പ്രോമീത്തരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റിലീസ്, അവിടുന്ന് പ്രോമിസ് വരണത്. പ്രോമീത്തരെ എന്നുള്ള ലാറ്റിൻ പദത്തിന് എന്താണ് അർത്ഥം? ടു റിലീസ്, പുറത്തേക്ക് വലിച്ചെടുക്കുക. പ്രത്യാശിക്കുക എന്നുള്ളതല്ല, നമ്മളത് പ്രത്യാശിക്കുക എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എറ്റിമോളജി റൂട്ട് മീനിങ് പറയണത് എന്താണ്? പ്രോമീത്തരെ, ടു റിലീസ്, വലിച്ചെടുക്കുക. ഓരോ വചനത്തിൽ നിന്നും എന്തോ വലിച്ചെടുക്കാനുണ്ട്. ഓരോ വാക്കിൻ്റെ ഉള്ളിൽ നിന്നും എന്തോ വലിച്ചെടുക്കാനുണ്ട്. വാക്കിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള എന്താണ്? ദാനമാണ്. ആ ദാനം എന്തിൻ്റെ രീതിയിലാണ്? ശക്തിയുടെ രീതിയിലാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അമ്മ ഇതാണ്, ഇത് ഈ മാസം ഞാൻ പ്രഗ്നൻ്റ് ആകണം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷൻ അറിയുന്നില്ലല്ലോ എന്ന് മംഗളവാർത്ത സമയത്ത് ചോദിക്കുമ്പോഴേ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കുമെന്ന് പറയുമ്പോഴേ ഈ ശക്തിയാണ് വചനത്തിൻ്റെ ഉള്ളിലുള്ളതെന്നാണ് റോമ 1:16 പറയണത്. ആ ശക്തിയിൽ വിശ്വസിക്കുമ്പോഴാണ് ശക്തി പുറത്തേക്ക് വരും. അത് ബോഡി വന്ന ഹീലിംഗ് ആയിട്ട് മാറും. ആ ശക്തി പുറത്തേക്ക്. അതുകൊണ്ടാണ് വചനം കേട്ടുകൊണ്ടിരിക്കെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവരുടെ മേലാണ്. വിശ്വസിച്ചവരുടെ മേലും കല്ലറയിലുള്ളവരായാലും കല്ലറയ്ക്ക് പുറത്തുള്ള ജീവനുള്ളവരായാലും ഹൃദയകാഠിന്യം ഇല്ലാത്തവരുടെ മേലാണ് കർത്താവിൻ്റെ ശക്തി ആവശ്യിക്കുന്നത്. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവിൻ്റെ വചനം വിശ്വസിക്കാനുള്ള തുറവി. നിങ്ങൾ ഈ വിശുദ്ധ വാരം മുഴുവനും പള്ളി പോകണ സമയം ഒഴിച്ച് ബാക്കിയെല്ലാം വീട്ടിലെ പണിയൊക്കെ ചെയ്താലും വചനം എടുത്ത് വായിച്ചുകൊണ്ടേ ഇരിക്കണം. വചനം പ്രാർത്ഥിച്ച് വായിച്ചുകൊണ്ടേ ഇരിക്കണം. വചനം കല്ലറയുടെ അകത്തിരിക്കണ ആൾക്കാരുടെ അടുത്ത് പോയിരുന്ന് വായിക്കണം. ജീവിച്ചിരിക്കുന്ന ആൾക്കാരും വചനത്തിന് മറുതിരിച്ച് നിൽക്കുന്നവരെ ഹൃദയകാഠിന്യമുള്ളവരാണ്, ചെവിയില്ലാത്തവരും കേൾക്കാൻ ചെവിയില്ലാത്തവരാണ്. പക്ഷേ അവരിടത്തും പോയി വായിക്കാനാണ്. കല്ലറയിലുള്ളവരും കർത്താവിൻ്റെ സ്വരം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരെ മാനസാന്തരപ്പെടുത്താൻ ഒരു വിശുദ്ധവാരം, ആ വിശുദ്ധവാരം ദൈവത്തെ കൈമാറ്റം ചെയ്യുന്നതിലുള്ള ദൈവവചനങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും അതുപോലെ തന്നെ നമ്മുടെ ജീവിത വിഷയങ്ങളിൽ ദൈവത്തെ കക്ഷി ചേർക്കുകയും ദൈവത്തിൻ്റെ അനുഭവത്തിലെ സാക്ഷികളാകുകയും ചെയ്യുന്ന വലിയ ദിനങ്ങളിലേക്ക് ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗമുള്ളയിടത്തെല്ലാം കൈവെക്കുക. മക്കളില്ലാത്തവരെ അടിവയറ്റ് കൈവെക്കുക. ഹൃദ്രോഗികൾ നെഞ്ചത്ത് കൈവെക്കുക. കള്ളരോഗിക്കാരെ നെഞ്ചിൻ്റെ താഴെ കൈവെക്കുക. തൈറോയ്ഡ് രോഗികളെ തൊണ്ടയിൽ കൈവെക്കുക. ടോൺസെറ്റുകാർ തൊണ്ടയിൽ കൈവെക്കുക. PCOD പിസ്റ്റുല രോഗികൾ, അൾസർ രോഗികൾ അടിവയറ്റിൽ കൈവെക്കുക. സർവാംഗം രോഗങ്ങളുള്ളവർ നെഞ്ചത്ത് കൈമണച്ച് വെക്കുക. എന്നിട്ട് നിങ്ങൾ വിശ്വാസപ്രമാണം അറിയാവുന്നവർ വിശ്വാസപ്രമാണം ചെല്ലുക. വിശ്വാസപ്രമാണം അറിയാൻ പാടില്ലാത്തവർ യേശുവെ രക്ഷക, ഈ നിമിഷം എന്നെ സ്പർശിക്കണമേ എന്ന് അമ്മയുടെ മധ്യസ്ഥത്തിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. ശ്രുതികട ഹല്ലേലൂയ. നടുവിൽ ഡിസ്ലൊക്കേറ്റ് വരുന്നവർ, കശേരികൾ ദ്രവിച്ചുകൊണ്ടിരിക്കുന്നവർ നടുവിൽ കൈവെക്കണം. കിഡ്നി രോഗികൾ നടുവിൽ കൈവെക്കണം.
ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവ്യകാരണം എഴുന്നള്ളിയിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു അൾത്താറുടെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കണമെന്നുള്ള ബോധ്യം ഉണ്ടാകണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, മറ്റൊരുവൻ രക്ഷയില്ല, ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യന് രക്ഷ നൽകാൻ കർത്താവേ നൽകിയിരിക്കുന്ന ഒരേ ഒരു നാമമേ നിന്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നടുവ് രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, വാതരോഗങ്ങൾ, കശേരി രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ഹൃദയ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മക്കളെ, ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വാടക കഴിയുന്നവരെ, പല പല പരീക്ഷകളിൽ തോറ്റവരെ, എഴുതിയവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവർ, സാമ്പത്തിക കടങ്ങളുള്ളവർ, അതുപോലെ വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, സാങ്കേതികമായ സർട്ടിഫിക്കറ്റുകൾ കിട്ടാനുള്ളവർ, വിത്തുകളുടെ സർട്ടിഫിക്കറ്റ് അകപ്പെട്ടവർ, വിവാഹമോചനം പ്രാപിക്കാൻ വേണ്ടി അതിൻ്റെ പേരിൽ വിഷമിക്കുന്നവർ, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അതിശക്തമായി ഇടിമുഴങ്ങുന്ന പോലെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിലെ പുരുഷന്റെ അടയാളത്തിലെ കൃപാസനത്താരം ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ 35 വർഷം അർപ്പിച്ച കൃപാന്റെ ശക്തിയാൽ മാരക തടസ്സങ്ങള്, മാരക രോഗങ്ങൾ മാറട്ടെ. ജീവ ദുരിതങ്ങള്, രോഗ തടസ്സങ്ങള്, സാങ്കേതിക ദുരിതങ്ങള്, എല്ലാ ദോഷങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തില്, യേശുവിന്റെ കുരിശില്, ഈശോ നാമത്തില് ബന്ധിക്കപ്പെടട്ടെ. നിങ്ങള് യേശു നാമത്തില് സ്വതന്ത്രരാകട്ടെ.